ഹലോ ഗൈസ്, അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുക ഗൈസ് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ജോസ് ചേട്ടൻ കമ്മിറ്റഡ് ആയി. ജോസ് ചേട്ടൻ കമ്മിറ്റഡ് ആയി. വാലന്റൈൻസ് ഡേ ആയിട്ട് ജോസ് ചേട്ടൻ സ്റ്റോറി നമ്മൾ അറിയാൻ പോവാണ്. അതിനാ എല്ലാവരും നമ്മൾ ജോസ് ചേട്ടൻ പറയാൻ പോവാണ്. ഗൈസ്, ഞങ്ങൾക്ക് ഫുൾ കഥ ഒന്നും അറിയത്തില്ല. കറക്റ്റ് എന്താണ് നടന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കഥ തുടങ്ങുന്നത് നമ്മുടെ പഴയ സ്റ്റുഡിയോ അല്ലേ, സ്റ്റുഡിയോയുടെ പണി നടക്കുന്ന സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത സമയം ഫ്രീ ഒന്നും അല്ലല്ലോ, ഫുൾ ടൈം ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആ സമയം ഇച്ചിരി ഫ്രീ ആയി. ഓർമ്മ ഉണ്ടോ പിന്നെ നമ്മൾ എന്നിട്ട് വയനാട് ട്രിപ്പ് പോയ സമയത്ത് ഞാൻ അനന്തുച്ചാനും അച്ചാച്ചനും ലിബ്ര സാറും കൂടി വയനാട് ട്രിപ്പ് പോയി. എന്റെ ഒരു ഫ്രണ്ടും അവളുടെ ഒരു ഫ്രണ്ടും അവര് തമ്മിൽ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾക്ക് മാറി മാറി മെസ്സേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഇരുന്നപ്പോ ഞങ്ങൾ മെസ്സേജ് ചെയ്ത് റാൻഡമായിട്ട് മെസ്സേജ് ചെയ്യണം ഒരാവശ്യത്തിന്. അങ്ങനെ ഫസ്റ്റ് മെസ്സേജ് എന്തായിരുന്നു അങ്ങോട്ട്? ഫസ്റ്റ് മെസ്സേജ് ഒരു എലിയുടെ സ്റ്റിക്കർ. എലിയുടെ സ്റ്റിക്കർ. ആ സമയം മറ്റേ നമ്മൾ സ്റ്റിക്കറിൽ നമ്മളിങ്ങനെ മൊമെന്റ് വെച്ചാൽ മൊമെന്റ് വരുമല്ല. അപ്പൊ ഞാൻ എന്തോ ഒരു ഹെഡിന്റെ മൊമെന്റ് ഇട്ട് കൊടുത്ത് അയച്ചതാണ്, മനസ്സിലായി? എനിക്കറിഞ്ഞൂടാ അങ്ങനെ. ഐ മെസ്സേജ്. ഫസ്റ്റ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാം ഒന്നല്ല, ഐ മെസ്സേജിലാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം റാൻഡായിട്ട് മെസ്സേജ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി, ഫോട്ടോ ഒന്നുമില്ല പ്രൊഫൈലിൽ കാണാൻ വേണ്ടി, കുട്ടീനെ കാണാൻ വേണ്ടി പ്രൊഫൈലിൽ ഫോട്ടോ ഒന്നുമില്ല. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ തന്നെ ഒരു കോൾ ചെയ്ത് അങ്ങോട്ട്. ഫസ്റ്റ് കോൾ ചെയ്ത് ഐ മെസ്സേജ് അല്ലേ, കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൾ ചെയ്ത് സംഭവം ഇതിന് ആ സിറ്റുവേഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് കോൾ ചെയ്ത്. ചുമ്മാ കോൾ ചെയ്ത് റൊമാന്റിക് ഇങ്ങനെ പീക്കായി പോയപ്പോ കോൾ ചെയ്യേണ്ട ഇതൊക്കെ വന്നല്ലേ. ആ സമയം റൊമാന്റിക് ഒന്നും ഇല്ല. മനസ്സിലായേ? കാരണം ടെക്സ്റ്റ് മെസ്സേജിൽ ഇതൊക്കെ ആയപ്പോ ഞാൻ പിന്നെ കോൾ ചെയ്തു. വോയിസ് കോൾ ആയിരുന്നോ വീഡിയോ കോൾ ആയിരുന്നോ? വോയിസ് കോൾ ആയിരുന്നു. എന്നിട്ട് അങ്ങനെ സംസാരിച്ച് ഇത് 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ കോൾ ഇങ്ങനെ മാറി മാറി സംസാരിച്ചോണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ മെസ്സേജ് ഇങ്ങനെ കോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസമായപ്പം കോള് മാറി വീഡിയോ കോൾ പറഞ്ഞു. അവിടെ അപ്പോഴും ഫേസ് നേരെ കണ്ടില്ല. രാത്രിയായിരുന്നു, നല്ല രാത്രിയായിരുന്നു. ക്ലാസ്സിന് പോവായിരുന്നു. അങ്ങനെ ഒരു ഇതില് അങ്ങനെ വീഡിയോ കോൾ ചെയ്താണ്, ഫ്രീ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്താണ്. അങ്ങനെ 2-3 ദിവസം വീണ്ടും സംസാരിച്ച് പിന്നെ ഇങ്ങനെ സംസാരിച്ച് വയനാട് ട്രിപ്പിൽ തന്നെ ഏകദേശം ഒരു ഓർമ്മ ഉണ്ടോ, നല്ലോണം കണക്ട് ആയി ഞങ്ങള്. ട്രിപ്പിന് വന്നിട്ട് ഞങ്ങളെല്ലാം ഇടന്ന് കറങ്ങുന്നത്, ജോസിന്റെ വല്ലപ്പോഴും കറങ്ങുന്നത്, വല്ലപ്പോഴും വരുന്നില്ല. എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ആ ടൈം ഒന്നും ഇവര് ചിലപ്പോ വിചാരിച്ചിട്ട് അച്ചാച്ച ശരിക്കും ഭയങ്കര ടയേർഡാണ്, എഡിറ്റിംഗ് ബിസി അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചു ആ ടൈമിൽ. പക്ഷേ ഈ കോള് ചെയ്ത് സംസാരിച്ച് എങ്ങനെ കണക്ട് ആയി. ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലാണ് കണക്ട് ആവുന്നത് ആദ്യം. നല്ല ഫ്രണ്ട്സ് എന്ന രീതിയിൽ എന്തുവാണെങ്കിലും സംസാരിക്കാവുന്ന രീതിയിൽ അങ്ങനെ കണക്ട് ആയി അല്ലേ. ഒരു ചെറിയൊരു കണക്ഷൻ തോന്നി. അങ്ങനെ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്നത്. പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വന്നു. വീട്ടിൽ ഇരുന്ന് കോൾ വിളിക്കാനും പറ്റത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ കോൾ വിളിക്കാൻ ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ നോർമലായിട്ട് ഫ്രണ്ട്സിന്റെ ആയിരുന്നാലും അങ്ങനെ അധികം കോൾ ചെയ്യുന്ന ആളല്ല. അപ്പൊ എനിക്കൊരു ചെറിയ മടി വീട്ടിൽ നിന്ന് കോൾ ചെയ്യാൻ. അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ഞാൻ പോവാറ്. ചുമ്മാ ഹെഡ്സെറ്റ് ഒക്കെ വയ്ക്കാതെ ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് പോവാറ് കോൾ ചെയ്യാൻ വേണ്ടി. കോൾ ചെയ്ത് പോണു. അപ്പോൾ ഒരു തോട്ട്, ഡാനിച്ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞാലോ, അഥവാ ഇത് അതിലോട്ടാണോ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ ആദ്യമേ ഡാനിച്ചാച്ചനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സംഭവം, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, എന്ത് ചെയ്യാൻ? ഡാൻസ് എന്ത് ടെൻഷനിൽ ഇരുന്നെന്ന് തോന്നുന്നു, എന്തോ വർക്കിന്റെ ഇതിലായിരുന്നു. അപ്പൊ ഡാൻസ് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ശരിയാണെന്ന് തോന്നണേ നീ അതങ്ങ് പ്രൊസീഡ് ചെയ്യുന്ന പറഞ്ഞു. പ്രൊസീഡ് ചെയ്യാനാ? ഞാൻ 10ൽ പഠിച്ചപ്പോ +1 പഠിച്ചപ്പോ ഞാൻ ആദ്യം ഡാൻസ് ചോദിച്ചപ്പോ ഡാൻസ് എങ്ങനെയാണ് പറഞ്ഞത്. ഡാൻസ് എല്ലാവരും ഇങ്ങനെ തന്നെ പറയുമെന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ അനീഷിന്റെ വീട്ടിൽ പോയി. അനീഷിന്റെ അടുത്ത് പറഞ്ഞു, അളിയ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഞാൻ സംസാരിക്കും. അനീഷ് ഇങ്ങനെ നെട്ടിയിട്ട് കൊള്ള എന്നെ മനസ്സിലായി. ആ ഒരു ഫീൽ വിശ്വസിക്കില്ല. അടുത്ത് ഞാൻ അന്ന് തന്നെ ബാങ്കിൽ പോയപ്പോ ക്യാപ്പിനെ കണ്ട്. ക്യാപ്പ് നോക്കി എന്താ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടിരിക്കുന്നു, ആരാടാ സംസാരിക്കുന്നു.
ഞാൻ എടുത്ത് ഹെഡ്സെറ്റ് വെച്ചെടുത്ത് പോകാൻ നോക്കിയിട്ട് പെണ്ണ. ഞാൻ ഇവനോട് സംഭവം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴാണ് ഫണ്ട്. ഇവൻ ക്യാപ്പ് ആദ്യം എങ്ങനെ എടുത്ത് സാധനം എടുത്തിട്ട് വീട്ടില് ഇവൻ ആരെടുത്താ സംസാരിക്കണമെന്ന് മനസ്സിലായോ? എന്റെ അടുത്ത് പറഞ്ഞു. ഇല്ല, ആ സമയം തന്നെ, ആ സിറ്റുവേഷൻ തന്നെ. നമ്മളെ കിച്ചണിൽ ഇരുന്നൊരു പഴയ വീട്ടിൽ കിച്ചണിൽ ഇരുന്ന് സംസാരിക്കണം. ഇപ്പൊ ഒരു പെണ്ണോട് സംസാരിക്കണം. അമ്മയൊക്കെ ആരും വിശ്വസിക്കില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു ഉണ്ട് ശരിയാണെന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു അപ്പൊ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി കോളൊക്കെ വിളിക്കുന്ന ആള് കോൾ എടുക്കണില്ല. പിന്നെ എപ്പോഴോ വീഡിയോ കോളിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു. എന്നിട്ട് അവർ വിശ്വസിക്കില്ല, ആരും വിശ്വസിച്ചില്ല ഗൈസ്. എന്നിട്ട് കോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മയൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പപ്പ പറയണ്ടേ ഇവൻ ചുമ്മാ പറയണേ ഇവന്റെ ഏതോ ഫ്രണ്ട്സ് വിളിച്ചിട്ട് മുന്നേ ഇവിടെ എല്ലാം പറഞ്ഞു, എല്ലാരുടെ അടുത്തും പറഞ്ഞു. എന്നിട്ടാണ് ഇവളുടെ അടുത്ത് ഈ സാധനം എല്ലാം പറയണത്. വീട്ടിലെല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞ് എന്റെ മൈൻഡിൽ എല്ലായിടത്തും പറഞ്ഞപ്പോ ഞാൻ റിലേഷനിലായെന്ന് മനസ്സിലായ. ഞാൻ അവളുടെ അടുത്ത് റിലേഷൻ ഉള്ള പോലെയാണ് അടുത്ത് സംസാരിക്കുന്നത്. അച്ഛൻ ഓഡിയോ കോളിന് നമ്മൾ ചെയ്തോണ്ടിരുന്ന അപ്പൊ അവിടെ നിന്ന് വീഡിയോ കോൾ വന്നപ്പോ അച്ഛനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നേരത്തെ. അല്ല, നോർമലി അവള് ഫ്രണ്ട്സിനെല്ലാം ഇങ്ങനെ വിളിച്ചിങ്ങനെ സംസാരിക്കും. സോഷ്യലൈസ് ചെയ്യും. അവിടെ കേൾക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ പ്രപ്പോസും ചെയ്തില്ല. ഞാൻ ഇവിടെ മറ്റേ ബോയ് ഫ്രണ്ട് ഫീലില്ല. ഇവിടെ എല്ലാവരുടെ പറഞ്ഞു ബോയ് ഫ്രണ്ട് ഫീലിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ രീതിയിലേക്കാണ് സംസാരിക്കണത്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് പവള തന്നെ ചോദിച്ചിങ്ങനെ ഇത് അതിലോട്ടാണോ എന്നുള്ള രീതിയിൽ. ഒരു മൗനം ഇല്ലേ, മൗന സമ്മതം സാധനം രണ്ടുപേരും. അതല്ലേ ആ ഒരു സാധനം രണ്ടുപേർക്കും വന്ന് അതങ്ങനെ ഫിക്സ് ആയി. മനസ്സിലായി, നാണം കൂടി പെട്ടെന്നൊരു സാധനം അതെങ്ങനെ ഫിക്സ് ആയി. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി സംസാരിച്ച് പിന്നെ നേരിട്ട് കാണണ്ടേ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങള് കൊച്ചിയിൽ അങ്ങനെ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഞാന് കൊച്ചിയിലോട്ട് പോകുന്നു. എങ്ങനെ പോകുന്നു? നിങ്ങളെല്ലാരും ഓർക്കുന്നുണ്ടോ ഒരു ദിവസം ജോഷി ചേട്ടൻ കാണാണ്ടായത്? ഫസ്റ്റ് ബെഡ് റോഷൻ നമ്മൾ തപ്പി ഇറങ്ങിയില്ലേ, കൊച്ചി ഫുള്ള് തപ്പി ഇറങ്ങിയില്ലേ? നാളെ കാണാനാണ് പോയത്. അന്ന് ഞാൻ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ടോ പൂവൊക്കെ വെച്ചിട്ട്. ആ പൂവൊക്കെ കൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ തീരുമാനിച്ച് കൊച്ചിയിൽ ഞാൻ എത്തി, അവളെത്തി. അവൾ എങ്ങനെ എത്തി? അതാണ് എങ്ങനെ എത്തി കൈ ഞാൻ വെക്കണം, അച്ഛൻ വെക്കണം. ഈ സംഭവം എല്ലാം നടക്കുന്ന സമയത്ത് അവൾ അമേരിക്കയില്, ഞാൻ ഇന്ത്യയിലുമാണ്. അമേരിക്ക ഇന്ത്യ പോരാട്ടമായിരുന്നു ഇവിടെ. ഈ സംഭവം, ഈ കഥ ഫുള്ള് നടക്കുന്നത് ഞങ്ങള് അമേരിക്കയിലും ഇന്ത്യയിലും ഇരുന്നുള്ള കോൺവെർസേഷൻസ് ആണ്. അമേരിക്കയിലാണ് താമസിക്കുന്നതൊക്കെ. മലയാളിയാണ്. ക്യാപ്പിനെയാണ് അവള് പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നത്. അപ്പൊ ഞാന് കാർ പാർക്കിങ്ങിന്റെ അവിടെ ഒളിച്ചിരുന്നു. അവള് വിചാരിച്ച് ഞാൻ എത്തിയില്ല. എന്നിട്ട് ഞാൻ ഫ്ലവറൊക്കെ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെ കൊടുത്ത് അങ്ങനെ സർപ്രൈസ് ചെയ്തു. അങ്ങനെ ഞങ്ങള് ഞങ്ങൾ നേരിട്ട് കണ്ട അന്ന് ഞങ്ങൾ അത് തീരുമാനിച്ചു. പ്രപ്പോസ് ചെയ്ത് അന്ന് തന്നെ തീരുമാനിച്ചു കെട്ടണമെന്നുള്ളത് തന്നെ കെട്ടും. ആദ്യം പറഞ്ഞ് ബ്രേക്കപ്പ് ഒന്നും ഇല്ല, തീരുമാനം വരുമ്പോ അങ്ങനെ തീരുമാനമൊക്കെ തന്നോളാം, ബ്രേക്കപ്പ് ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ റിലേഷനിലായി. അങ്ങനെയാണ് അച്ചാച്ചൻ റിലേഷനിലായത് ഗൈസ്. ഇത് ഫുള്ള് കഥ ആയിട്ടില്ല, ഇത് ആക്ച്വലി ആ സമയത്തിലായിട്ടുള്ളൂ. ഫുള്ള് കഥയില്ലേ, നമ്മളെല്ലാരും ഇരിക്കുന്ന സമയത്ത് ഫുള്ള് കഥ പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആണ്. പറ്റുമെങ്കിൽ എല്ലാവരുടെ കഥയും പറയും. നോ ഗൈസ്. ഇപ്പൊ എങ്ങനെ കുട്ടിയെ വിളിച്ചാലോ? കുട്ടി റൊമാന്റിക്ക കൈയൊക്കെ എങ്ങനെ കൊടുക്കണം? പേരൊക്കെ പറഞ്ഞോളൂ. പേര് ഹാന എലിസബത്ത് ജോൺ. എവിടുന്നാ കുട്ടി വരുന്നത്?
നാട്ടിൽ വീട് തിരുവല്ല ആണ്, പത്തനംതിട്ട തിരുവല്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് US സെറ്റിൽഡാണ്, ഫിലഡൽഫിയ എന്ന് പറയുന്ന സിറ്റിയിൽ. അവിടെയാണ്. അങ്ങനെ എൻ്റെ 2 ക്വാളിറ്റി പറ. 2 ക്വാളിറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ട 2 ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജോഷയ്ക്ക് ഭയങ്കര പേഷ്യൻസ് ആണ് ആൻഡ് ഭയങ്കര കൈൻഡാണ്. ഇതായിരിക്കും. Guys, ഇനിയിപ്പം ഈ ക്വാളിറ്റി കാരണം പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്യാം. അച്ഛൻ ഹനേഷിനെ പറ്റി 2 വാക്ക് പറ. ബ്യൂട്ടി ക്യാരക്ടറിനെ പറ്റി പറ. ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഭയങ്കര കെയർ. നോർമലി ചെക്കന്മാരെയല്ലേ കെയറിങ് എന്ന് പറഞ്ഞത്, എന്നെ കൂടുതൽ കെയർ ചെയ്യുന്ന ഇവളാണ്. ആണ് ഗൈസ്. എന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എന്ത് ജോഷേട്ടനെ പറ്റി എന്ത് പറയണമെങ്കിലും അന്വേഷിച്ചെടുത്ത് അങ്ങ് വിളിച്ച് പറഞ്ഞാൽ മതി. ഹനേഷ് നല്ല രീതിയിൽ കെയർ ചെയ്യും. ഞങ്ങളെ പോലെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യും. 100 രൂപ അന്നേക്കും എന്നെ പോലെ വീഡിയോയിൽ വരാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എങ്ങനെ പുഷ് ചെയ്ത് 1 മാസത്തെ എന്റെ കഠിനാധ്വാനമാണ് ഇവിടെ ഇരിക്കുന്നത്. രണ്ടുപേരെ ഇൻട്രോവേർട്ടാ അല്ലേ ആനി? ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അവളുടെ വീട്ടിലെല്ലാം അറിയാം, ഞങ്ങളുടെ വീട്ടിലറിയാം. എല്ലാം ഇവിടെ അറിഞ്ഞപ്പോ തന്നെയാണ് അവിടെ എല്ലാവർക്കും അറിയാം. ബാക്കി കഥകളൊക്കെ പയ്യെ പറഞ്ഞുതരാം. എന്ത് ലക്കി മാനാണ് അല്ല ഗൈസ്, അതൊരു ഏജ് ആവുമ്പോഴത്തേനും 27 വയസ്സില് ഒരു ലവ് എന്ന് പറയുമ്പോ ആ വീട്ടിൽ ഇപ്പൊ കമന്റ് വരും, ഡാനിച്ചാച്ച ഡാനിച്ച സമ്മതിക്കുവാണെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ഡാനിച്ചാൻ വെച്ച് നമ്മൾ ചെയ്യും. ഡാനിച്ചാച്ചൻ്റെത് ഡാനിച്ചാച്ചൻ എന്ന് സമ്മതിക്കും അന്നായിരിക്കും. ഡാനിച്ചാട്ടിന് എന്നാണ് ഓക്കെ ആവുന്നത് അപ്പൊ നിങ്ങൾ ഡാനിച്ചാന്റെ ഇൻബോക്സിൽ പോയിട്ട് ഡാൻസ് ആരും ചോദിക്കും. ഖുഷി കാര്യം നടക്കും. എല്ലാത്തിനും നമ്മൾ സമയമാകുമ്പോ അറിയിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇത് അറിയിക്കാനും അതിൻ്റെതായ ഒരു സമയമായെന്നാണ്. അതെന്തെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിൻ്റെതായ ഒരു സമയമായി. ഞാൻ ഒരു കാര്യം പിടിച്ച്, എത്ര കറുത്തിരുന്നാലും നല്ല വീഡിയോ ചെയ്താൽ നല്ല ഫാൻസ് കാര്യമില്ല. ഇല്ല, അച്ചാച്ച സ്കിൻ കെയർ ചെയ്തു തുടങ്ങിയത് ചേച്ചി കാരണമല്ലേ. ചെയ്യാത്തത് കാരണം തന്നെ ഇപ്പൊ